നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന 52 ശീലങ്ങൾ. എല്ലാ ആഴ്ചയും ഏറ്റവും പുതിയ ടിപ്സ് ഹാപ്പിയസ്റ്റ് ഹെൽത്തിലൂടെ. ഈ ലളിതമായ കാര്യങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കൂ. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിലുണ്ടാകുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം. മുട്ടുവേദന വന്നാൽ പിന്നെ അനങ്ങാതെ ഒരിടത്ത് ഇരിക്കണം എന്നല്ല അർത്ഥം. അമിതമായ ആയാസം നൽകാതെ നിങ്ങളുടെ കാൽമുട്ടുകൾക്ക് സപ്പോർട്ട് നൽകാനും ശക്തിപ്പെടുത്താനുമുള്ള ലളിതമായ വ്യായാമങ്ങളിതാ. ഇവയിൽ ഏതെങ്കിലും 4-5 എണ്ണം മിക്ക ദിവസങ്ങളിലും പരിശീലിക്കുന്നത് ഗുണം ചെയ്യും. തുടക്കത്തിൽ ഓരോ വ്യായാമവും 12 തവണ വീതം 3 സെറ്റുകളായി ചെയ്യാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. കാൽമുട്ടുകളിൽ അസാധാരണമായ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ വ്യായാമം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടാൻ മറക്കരുത്. വ്യായാമം ചെയ്യുന്നതിന് മുൻപ് കാൽമുട്ടുകൾക്ക് വാമപ്പ് നൽകുന്നതും പ്രധാനമാണ്. സ്റ്റേഷനറി മാർച്ചിങ് അഥവാ സിറ്റിംഗ് മാർച്ചിങ്. ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ചെയ്യുക. ഇത് മുട്ടിൽ വേദന കൂട്ടുന്നുണ്ടെങ്കിൽ ഇരുന്നു കൊണ്ടുള്ള മാർച്ചിങ് തിരഞ്ഞെടുക്കാം. കാൽമുട്ടുകൾക്ക് കൂടുതൽ ആയാസം നൽകാതെ സന്ധികളിലെ ഭാരം കുറയ്ക്കാൻ ഈ വ്യായാമം സഹായിക്കും. പാർഷ്യൽ ലഞ്ചസ്. ഒരു കാൽ മുന്നോട്ട് വെച്ച് നിൽക്കുക. മുൻകാൽ അല്പം വളച്ച് പിൻകാൽ നേരെയാക്കി പകുതിയോളം താഴുക. മറ്റേ വശത്തും ഇത് ആവർത്തിക്കുക. കാൽമുട്ടുകൾ സ്ട്രോങ് ആയെന്ന് തോന്നി തുടങ്ങിയാൽ ഫുൾ ലഞ്ചസിലേക്ക് മാറാം. ക്വാർട്ടർ സ്ക്വാട്ട്സ്. ഈ വ്യായാമം നിങ്ങളുടെ കാൽമുട്ടുകളിലേക്ക് ഭാരം വരുന്നത് കുറയ്ക്കും. സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഒരു ഫുൾ സ്ക്വാട്ടിന്റെ 4/1 തീവ്രതയിൽ മാത്രം ആരംഭസ്ഥാനത്തേക്ക് മടങ്ങുക. ചെയർ സിറ്റ്സ്. സ്ക്വാട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ചെയർ സിറ്റ്സ് തിരഞ്ഞെടുക്കുക. ഇരിക്കുന്നിടത്തു നിന്നും നിങ്ങളുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം അല്പം മുന്നോട്ട് ചായ്ക്കുക. എഴുന്നേൽക്കുക. ഇത് കാൽമുട്ടുകളിലെ സമ്മർദ്ദം വളരെയധികം കുറയ്ക്കും. ലോ ഇംപാക്ട് സൈക്ലിംഗ്. ജിമ്മുകളിൽ സൈക്ലിംഗ് മെഷീനിൽ ചാരിയിരുന്ന് പെഡലുകൾ മുന്നിലേക്ക് വെച്ച് ചവിട്ടുമ്പോൾ കാൽമുട്ടുകളിൽ അനുഭവപ്പെടുന്ന ആഘാതം കുറവായിരിക്കും. കാഫ് ആൻഡ് ടിബിയ റൈസേഴ്സ്. കാൽമുട്ട് വേദനയുള്ളവർക്ക് ഈ വ്യായാമങ്ങൾ നിർണായകമാണ്. കാഫ് റൈസുകൾ ചെയ്യുന്നതിന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉപ്പൂറ്റികൾ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക. ടിബിയ റൈസുകൾക്ക് ഒരു ഭിത്തിയിൽ ചാരി നിൽക്കുക. കാലുകൾ അല്പം മുന്നോട്ട് വെച്ച് ഉപ്പൂറ്റികളിൽ ഭാരം വരുന്ന രീതിയിൽ നിങ്ങളുടെ കാൽവിരലുകൾ ഉയർത്തുക. ഇത് മുട്ടുവേദന കുറയ്ക്കാൻ സഹായിക്കും. സ്റ്റെയർ വർക്ക്സ് അല്ലെങ്കിൽ ഇൻക്ലൈൻ ട്രെഡ്മിൽ. പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഗുണകരമാണെങ്കിലും ഓരോരുത്തരിലും അനുഭവപ്പെടുന്ന കാൽമുട്ടുവേദനയുടെ തരത്തെയും തീവ്രതയെയും ആശ്രയിച്ച് മാത്രമേ സ്റ്റെയർ വർക്ക് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. പടികൾ കയറുമ്പോൾ സന്ധികളേക്കാൾ പേശികൾക്ക് കൂടുതൽ ആയാസം ലഭിക്കും. ഇതിന് ജിമ്മിൽ ലഭിക്കുന്ന ബദലാണ് ഇൻക്ലൈൻ വാക്കിംഗ്. നേരെ മറിച്ച് പടികൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കാൽ നേരെയാകുകയും അത് സന്ധികളിൽ ആഘാതം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഈ ടിപ്പുകൾ പാലിക്കാൻ ഓർക്കുക. ചലനങ്ങൾ പതുക്കെയാക്കുക. നിങ്ങളുടെ കാൽമുട്ടുകൾ ലോക്ക് ചെയ്യരുത്. ബോഡി പോസ്ചറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെയർ സിറ്റ്സ്, ടിബിയ റൈസേഴ്സ്, പാർഷ്യൽ ലഞ്ചസ് എന്നിവയിൽ നിന്ന് ആരംഭിക്കാം. ഇവ സ്ഥിരതയ്ക്കും ശക്തിക്കും വേദന കുറയ്ക്കുന്നതിനും വളരെ മികച്ചതാണ്. ചലനം പൂർണ്ണമായി നിർത്തുന്നത് കാൽമുട്ടുകളുടെ ആരോഗ്യം വഷളാക്കിയേക്കാം. പകരം നിങ്ങളുടെ വ്യായാമത്തിൽ സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക.